പുതുയുഗമാണോ എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചോദ്യം. ഈ ഇന്നത്തെ തീരുമാനത്തെ ഞാൻ കാണുന്നത് കോൺഗ്രസ് എടുത്ത റിസ്ക് കുറഞ്ഞ എന്നാൽ ആഘാതശേഷി ഒരുപക്ഷെ കൂടുതലുള്ളൊരു തീരുമാനമായിട്ടാണ്. റിസ്ക് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിലവിൽ കോൺഗ്രസിൻ്റെ മുന്നിലുള്ള 3 സാധ്യതകളിൽ ഒന്ന്, CLPയിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണയുള്ള KC വേണുഗോപാലിനെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുക. റിസ്ക് ഏറ്റവും കൂടുതലുള്ളൊരു തീരുമാനമാണ്. എന്താ റിസ്ക് ഏറ്റവും കൂടുതലുള്ള തീരുമാനം? മറുഭാഗത്ത് ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി, മറ്റ് ഘടകകക്ഷികളാണെങ്കിലും ശരി, VD സതീശനോടൊപ്പം നിൽക്കുന്നൊരു വിഭാഗമാണെങ്കിലും VD സതീശനടക്കം ഈ ക്യാബിനറ്റിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാനും ഒരുപക്ഷെ 6 മാസം വരെ ഈ മന്ത്രിസഭയിൽ ലീഗ് അടക്കമുള്ളവരുടെ സാന്നിധ്യം ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ടാകുമായിരുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റാണ് KC വേണുഗോപാലിനെ. അതാണ് ഇതുവരെയും കോൺഗ്രസ് അനുവർത്തിച്ചു വന്ന ചരിത്രം. അത് മധ്യപ്രദേശിൽ കമൽനാഥിനെ തിരഞ്ഞെടുക്കുമ്പോഴാവട്ടെ, രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനെ തിരഞ്ഞെടുക്കുമ്പോഴാവട്ടെ, കർണാടകയിൽ സിദ്ധരാമയ്യയെ തിരഞ്ഞെടുക്കുമ്പോഴാവട്ടെ, ഇതേ നിലപാടാണ്, ഇതേ കീഴ്വഴക്കമാണ് കോൺഗ്രസ് പുലർത്തി വന്നത്. എന്നാൽ ആ കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു പക്ഷേ സമീപകാല കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ലെജിസ്ലേറ്റീവ് പാർട്ടി ഭൂരിപക്ഷമുള്ള നേതാവിനെ മറികടന്ന്, എന്നാൽ മറ്റു ചില മാനദണ്ഡങ്ങൾ കൂടി കണക്കിലെടുത്ത് ഒരു നേതാവിനെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായിട്ട് തീരുമാനിക്കുകയാണ് കോൺഗ്രസ്. അത് ഹൈലി റിസ്കിയായ ഒരു സാധ്യത, KC വേണുഗോപാലിനെ ആക്കണ്ട എന്നൊരു തീരുമാനം. രണ്ടാമത്തത് രമേശ് ചെന്നിത്തലയാക്കിയാൽ 50-50 ആണ്, ലെസ് റിസ്കിയാണ്. പക്ഷേ അതേസമയം തന്നെ അവിടെയും ഈ ഫാക്ടർ നിലനിൽക്കുന്നു. പെട്ടെന്ന് പൊടുന്നനെയുണ്ടാവാവുന്ന ഒരു പ്രതിഷേധം, പൊടുന്നനെയുണ്ടാവാവുന്ന തെരുവിലിറങ്ങൽ. എനിക്കൊന്നുമില്ല, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗ് 6 മാസം മന്ത്രിസഭയിൽ ചേരാതെ വിട്ടുനിൽക്കാനുള്ള തീരുമാനമൊന്നും എടുക്കുന്നു തോന്നില്ല. അവിടെയും അക്കോമഡേറ്റീവ് ആയിരിക്കാം മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ഘടകകക്ഷികളെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് KC വേണുഗോപാലിനേക്കാൾ കുറച്ചുകൂടി റിസ്ക് കുറവുള്ള ഒരു ഫാക്ടറാണ്. മൂന്നാമത്തെ ഫാക്ടറാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതോടുകൂടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പരസ്യമായി പ്രതികരിക്കാൻ പോകുന്നില്ല. 1. 2. രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവരുടെ എണ്ണം ആ അർത്ഥത്തിൽ പരസ്യമായി ഇറങ്ങി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ആൾക്കാരുമല്ല. 3. ഘടകകക്ഷികളുടെ ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു നെഗറ്റീവ് ശബ്ദം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ഘടകകക്ഷികൾ അവർ തെരുവുകളിൽ ഇറങ്ങി പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും ആഘോഷിക്കുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസിന് മുന്നിൽ റിസ്ക് ഏറ്റവും കുറവുള്ള ഒരു ചോയ്സ് ആയിരുന്നു VD സതീശൻ. ആ ചോയ്സ് തന്നെയാണ് VD സതീശൻ്റെ കാര്യത്തിൽ എടുത്തത്. പക്ഷേ കോൺഗ്രസ് ഇന്നുവരെ പിന്തുടരുന്ന എല്ലാ കീഴ്വഴക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, സമീപകാല ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ അസാധാരണമായ ഒരു തീരുമാനം എന്നുകൂടി ഞാൻ പറയും. ഇതിന് ആഘാതശേഷി കൂടുതലുണ്ടെന്ന് പറയാനുള്ള കാരണം, ഇത് ഏതു രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം. അതിൻ്റെ കാരണം, ഒന്ന്, ലെജിസ്ലേറ്റീവ് പാർട്ടി ഭൂരിപക്ഷം ഇല്ല എന്നത് മാത്രമല്ല, ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന അപകടകരമായൊരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് തൊടുപുഴയിൽ നമ്മൾ കേട്ടു. തൊടുപുഴയിൽ ഒരു മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: ലീഗാട ഇത് ലീഗാണ്, ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്നാണ്. അതിനിടയ്ക്ക് 2 വരികളുണ്ട്. പക്ഷേ ഞാനത് കേരളത്തിൻ്റെ സമുദായ സന്തുലിതാവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടത് വായിക്കുന്നില്ല. പക്ഷേ ഈ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിന് ബോധ്യമായി ഇത് അപകടകരമായ മുദ്രാവാക്യമാണ്. മറുഭാഗത്ത് BJP വളരാൻ വളക്കൂറുള്ളൊരു മണ്ണ് തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയാഘാതം എന്താണെന്ന് മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നു. ഉടനെ തന്നെ ഇടുക്കിയിലെ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ഈ മുദ്രാവാക്യം വിളിച്ച ഇടുക്കിയിലെ യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനമുണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആഘാതശേഷി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇനി വരും നാളുകളിൽ നിർണ്ണയിക്കപ്പെടേണ്ടതാണ്. അത് നിലവിൽ VD സതീശനോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരും അതോടൊപ്പമുള്ള ചർച്ചകളും വരും നാളുകളിൽ ദിശ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുന്നു. ഞാൻ തൽക്കാലം അവിടെ നിർത്തുന്നു. കാരണം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന VD സതീശന് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ നേരുന്നു. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. ആ ഹണിമൂൺ പീരീഡിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആ തുടക്കത്തിൽ ആ സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ആദ്യഘട്ടത്തിൽ അതിന് നിശ്ചിതമായ ദിവസങ്ങളുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ ഓഡിറ്റിന് വിധേയമാക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പുതുയുഗമാണോ എന്ന് ചോദിച്ചാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചും ദേശീയ തലത്തിലും ഒരു പുതുയുഗമാണ് എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. നോക്കൂ, എന്തൊക്കെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് നടന്ന നാടകങ്ങൾ. ആദ്യം എന്തായിരുന്നു തീരുമാനം? CLPയുടെ പിന്തുണയുള്ള KC വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു മല്ലികാർജുൻ ഖർഗെ, ചേർന്ന് നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഏകദേശം KC വേണുഗോപാൽ ആയിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ആ തീരുമാനം പിന്നിലേക്ക് പോയത്? അവിടെ രാഹുൽ ഗാന്ധി ഇതേവരെ എടുത്ത തീരുമാനങ്ങളെ കോൺഗ്രസിൽ അധികം ചോദ്യം ചെയ്ത് റദ്ദാക്കിയിട്ടില്ല. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും, ഇതിനും അപ്പുറം ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റേത്. ഇന്നിപ്പോൾ ഇതാ പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദമായത് അവിടെ വരുന്നു.
പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു എന്ന മട്ടിലുള്ള വാർത്തകൾ വരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും കേരളത്തിന് ചുമതലയുള്ള ദീപ ദസ് മുൻഷിയും ചേർന്നെടുത്തിരിക്കുന്ന ആ തീരുമാനത്തെ പ്രിയങ്ക ഗാന്ധി കൂടി ഇടപെട്ടുകൊണ്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയങ്ക സുവിൻ രാഹുൽസ് ഫേസ് ലോസ് എന്നാണ്. ഒപ്പം KC വേണുഗോപാൽസ് ലോസ് എന്നാണ്, പൊളിറ്റിക്കൽ ലോസ് എന്നുള്ളതാണ്. നോക്കൂ, ഇനി KC വേണുഗോപാൽ എങ്ങനെയാണ് സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പതിവ് പോലെ ശക്തനാവുക? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വോട്ടത്തിൽ പരാജയപ്പെട്ട KC വേണുഗോപാലിന് ഇനി മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്ന റേസിൽ നിർണായകമായ തീരുമാനം പഴയ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുമോ? ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, പഴയതുപോലെ ആയിരിക്കുമോ ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം? അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്, മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതിന് മുകളിലായി ഒരു തീരുമാനം എത്തുന്നുണ്ടെങ്കിൽ ആ തീരുമാനം സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയുടേതാകുന്നുവെങ്കിൽ ഒരു പുതിയ പവർ സെന്റർ രൂപീകരിക്കപ്പെടുന്നുണ്ടോ? പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം. ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പുതുയുഗം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം കോൺഗ്രസിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ VD സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതാണ്. രണ്ട് പ്രതിപക്ഷ കക്ഷികളുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. ഒന്ന് CPM-ഉം, രണ്ട് കോൺഗ്രസിനുള്ളിലെ RC KC പക്ഷങ്ങളും. നോക്കൂ, നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് രമേശ് ചെന്നിത്തല പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂരിലേക്ക് പോയിരിക്കുകയാണ്. വലിയ വ്യക്തമായ അതൃപ്തി പരസ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാളെകളിൽ എന്തും സംഭവിക്കാമല്ലോ. പക്ഷെ നോക്കൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് RC അനുനയിപ്പിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ KCയുടെ കാര്യത്തിൽ അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ പറയുന്നത് വൈകാരികമായി മുറിവേറ്റിരിക്കുന്നു KCK എന്നുള്ളതാണ്. വൈകാരികമായി മുറിവേറ്റിരിക്കുന്ന KC എങ്ങനെയാണ് പ്രതികരിക്കുക? ആ പ്രതികരണത്തെ, ആ വിയോജിപ്പിനെ എങ്ങനെയാണ് VD സതീശൻ മറികടക്കാൻ പോവുക എന്നുള്ളതാണ് VD സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയെ VDക്ക് മാനേജ് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷേ KC എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റനായി നിൽക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഭരണപരമായ വെല്ലുവിളി നേരിടാൻ പോകുന്നു. അതിൽ ഒരു സൂചന ഇന്നിപ്പോൾ നൽകിയിട്ടുണ്ട്. ആരാ സൂചന നൽകിയിരിക്കുന്നത്? AK ആന്റണി പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കണം. തുടക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണ്. കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. VD സതീശനെ ഒപ്പം നിർത്തി AK ആന്റണി പറയുകയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? ഇന്ദിരാ ഗ്യാരണ്ടി. യഥാർത്ഥത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞതാണോ വസ്തുത? എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടിയും ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നു. കേരളം പാപ്പരായ ഒരു സംസ്ഥാനമാണോ? കേരളം പാപ്പരായ സംസ്ഥാനമല്ല. ഏത് ഫിസ്ക്കൽ പാരാമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പാപ്പരായ സംസ്ഥാനം എന്ന് AK ആന്റണി വിശേഷിപ്പിച്ചത്? ഇതെന്നിൽ ഒരു സംശയമുണ്ടാക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ഉടൻ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധമാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും. നോക്കൂ, നമ്മളുടെ വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മികച്ചതായി നിൽക്കുന്നില്ലേ? 6.19% നമ്മുടെ വളർച്ചാ നിരക്ക്. കേരള സംസ്ഥാനത്തിൻ്റെ വളർച്ചാ നിരക്ക് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം? മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ധനക്കമ്മി കുറവ് വന്നിരിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം? നോക്കൂ, ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 3.2%ലേക്ക് 3.5%-ൽ നിന്ന് 3.2%ലേക്ക് ധനക്കമ്മി കുറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ പറഞ്ഞതല്ല, ബഡ്ജറ്റിലെ സ്ഥിതിവിവര കണക്കുകളാണ്, ആക്ച്വൽ ഫിഗേഴ്സ് ആണ്. റവന്യൂ കമ്മിയിൽ നോക്കൂ, റവന്യൂ കമ്മിയിൽ എത്രമാത്രം കുറവ് സംഭവിച്ചിരിക്കുന്നു. 2.1%-ൽ നിന്ന് 1.9%-ലേക്ക് റവന്യൂ കമ്മിയിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ റവന്യൂ കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, ധനക്കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, വളർച്ചാ നിരക്കിൽ മെച്ചപ്പെട്ട കണക്ക് കാണിക്കുന്ന, പൊതുകടത്തിൻ്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന കേരള സംസ്ഥാനമാണോ പാപ്പരായ സംസ്ഥാനം? 1.25 ലക്ഷം കോടി രൂപയുടെ തനത് റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു പ്രതിരോധം അധികാരത്തിലേറും മുമ്പ് VD സതീശൻ സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അത് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സൂചനയായിട്ടൊരു പക്ഷേ ജനം വ്യാഖ്യാനിച്ചേക്കാം. ഇനി നേരിടാൻ പോകുന്നതും ഇതേ പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കാണാം. എങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഒപ്പം VD സതീശന്റെ ടീമിന്റെ ഭാഗമാകാൻ പോകുന്ന ടീം UDF ക്യാബിനറ്റിനും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. Meet the editors.